ഈ ചൂടുകാലത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല അല്ലേ? ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലൊരു പാർട്ടി കൂടെ നടക്കുവാണെങ്കിലോ, ആ ഒരു പാർട്ടിയിൽ നമുക്ക് അടിപൊളി ഒരു ഡ്രിങ്ക് അങ്ങ് പ്രസൻറ്റ് ചെയ്യാം അല്ലേ? ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ദാഹവും വിശപ്പും ഒരുപോലെ മാറും കേട്ടോ. അതുപോലൊരു ഡ്രിങ്കാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ? ഞാനിവിടെ 3 അവോക്കാഡോ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്ത തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അത് ഇതുപോലെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്കൊരു 250 മില്ലിയോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചിയാ സീഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കസ്കസ് ഉപയോഗിക്കാം. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് പഴങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാനിപ്പോൾ റോബസ്റ്റയാണ് എടുക്കുന്നത്. ഞാൻ എടുത്ത പഴങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ റോബസ്റ്റ, ആപ്പിൾ, നേന്ത്രപ്പഴം, മാങ്ങ, അതുപോലെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ പോമിഗ്രാനൈറ്റ് ഉണ്ട്, മുന്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഓരോ കപ്പ് വീതം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഫ്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ഇതിലേക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അവോക്കാഡോൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ കുറുക്കം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പാല് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ ഏകദേശം ഒരു 500 മില്ലി പാല് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം അവോക്കാഡോ അരച്ച സമയത്ത് ഒരു ഗ്ലാസ് പാല് നമ്മൾ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അതിൻ്റെ പുറമെയാണ് ഇത് കേട്ടോ. നിങ്ങൾ അവോക്കാഡോ അരക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല കട്ടിയായിട്ട് കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന അവോക്കാഡോയുടെ ആ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് പാല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു, ഏകദേശം ഒരു 500 മില്ലി. പിന്നീട് ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു. അത് ഏകദേശം ഒരു 1/2 ടിന്നോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിന് അനുസരിച്ചിട്ടൊക്കെ അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച കസ്കസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ പിസ്തയുടെ ഒരു എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അവോക്കാഡോ അരക്കുന്ന സമയത്ത് ഒരു കളർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് പാർട്ടിക്കൊക്കെ വിളമ്പാണെങ്കിൽ മാത്രം അങ്ങനെ ഒരു കളർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അവസാനം നമ്മളിതിലേക്ക് ധാരാളമായിട്ട് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് അങ്ങ് കുടിക്കുക. അത്ര തന്നെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീലും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.